കോഴിക്കോട്ടേക്ക് വരുമ്പോഴാണ് ശക്തമായ മത്സരം കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം കോഴിക്കോടാണ്. എം കെ രാഘവൻ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സിറ്റിംഗ് എം പി ആണ്. സിറ്റിംഗ് എം പി എന്ന് പറയുമ്പോഴും വളരെ ശക്തമായിട്ടുള്ളൊരു അടുപ്പം അവിടുത്തെ ആൾക്കാരുമായിട്ട് ജനപ്രിയനാണ്. ഈ കണ്ണൂരുകാരനാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും. അതായത് നമ്മുടെ ആ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണ റിപ്പോർട്ട് കോഴിക്കോട് അദ്ദേഹം അവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടെന്ന് മാത്രമല്ല, എപ്പോഴും എന്ത് കാര്യത്തിനും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. നമ്മൾ മാധ്യമപ്രവർത്തകർ ഇതെല്ലാം വാച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ മനുഷ്യരും വന്ന് എന്ത് കാര്യത്തിനും അദ്ദേഹം അവരുടെ കൂടെ എല്ലാം പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ രാഘവേട്ടനാണ്. അത്രയും ശക്തമായ ഒരു അടിത്തറ എം കെ രാഘവൻ കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അദ്ദേഹം കണ്ണൂരുകാരനാണ്, പയ്യന്നൂരുകാരനാണ്. അദ്ദേഹം 15 വർഷം മുമ്പ് കോഴിക്കോട് വന്ന് മത്സരിക്കുന്നു, അവിടെ വിജയിക്കുന്നു. അന്ന് ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. അദ്ദേഹം വിജയിക്കുന്നു. അതിനുശേഷമുള്ള മത്സരത്തിൽ എ വിജയരാഘവനായിരുന്നു അദ്ദേഹത്തെ നേരിട്ടത്. ഭൂരിപക്ഷം കുറഞ്ഞു എങ്കിലും എം കെ രാഘവൻ തന്നെ വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കാഴ്ചവെക്കാൻ എം കെ രാഘവനെ പറ്റി. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ ഒരു ജനപ്രിയനായ നേതാവിനെ തന്നെയാണ്, എ പ്രദീപ് കുമാറിനെയാണ് CPM രംഗത്തിറക്കിയത്. പക്ഷേ രാഘവൻ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ എത്തുകയാണ് ചെയ്തത്. 4ാം തവണയാണ് രാഘവേട്ടൻ കോഴിക്കോട്ട് ജനവിധി തേടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എം പി കൂടാണെന്ന് രാഘവൻ? അല്ല, ഞാൻ വടകര മണ്ഡലത്തിലാണ്. ശരിയാണ് ഞങ്ങളുടെ എം പി. അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് ബ്യൂറോയിലൊക്കെ ഈ ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പ് കാലത്തും 2009-ലും 2014-ലും ഞാൻ കോഴിക്കോട് ബ്യൂറോയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആ സമയത്ത് ഈ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എൻ്റെ സഹ റിപ്പോർട്ടർ, അദ്ദേഹം കാസർഗോഡുകാരനാണ്. അദ്ദേഹം ഈ എം കെ രാഘവനെ വിളിക്കുന്ന ഞാൻ കണ്ടു. രാഘവേട്ട അല്ല, അവിടെ എല്ലാവരുടെയും രാഘവേട്ടനാണ് അദ്ദേഹം. രാഘവേട്ടനായി മാറിക്കഴിഞ്ഞു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്നതാണെങ്കിലും ഇപ്പോൾ ഒരു തനി കോഴിക്കോട്ടുകാരുടെ ഒരു രാഘവേട്ടനായി മാറിക്കഴിഞ്ഞു. പക്ഷേ 3 തവണ അദ്ദേഹം MP ആയി. 4ാം മത്സരത്തിനാണ് അദ്ദേഹം അവിടെ ഒരുങ്ങുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങളിലുള്ള മാറ്റവും മറ്റു ഘടകങ്ങളും എല്ലാം ഉണ്ട്. അതിനപ്പുറത്തേക്ക് CPM ഇപ്പോൾ അവിടെ രംഗത്തിറക്കിയിരിക്കുന്നത് എളമരം കരീമിനെയാണ്. കരുത്തനായ, നിലവിൽ രാജ്യസഭാംഗമാണ്, കേന്ദ്ര കമ്മിറ്റി അംഗം, കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി. അതും CPMന് നല്ല വോട്ട് ബാങ്കിൽ അല്ലെ നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് കോഴിക്കോട്. അവിടെ 3 തവണ എളമരം കരീം ജയിച്ചെങ്കിലും സ്ഥിതി മാറും. സ്ഥിതി മാറുമെന്ന് വെച്ചാൽ അത്രത്തോളം കടുത്ത മത്സരം തന്നെ അവിടെ നടക്കും. അത്രത്തോളം അടുപ്പം എളമരം കരീമിനും കോഴിക്കോടുമായിട്ടുണ്ട്. അതെ, അദ്ദേഹം മന്ത്രിയായിരുന്നത് മാത്രമല്ല, അദ്ദേഹം CITUവിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ തൊഴിലാളികളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എളമരം കരീം. അത് ആക്സസ് ഉള്ള ഒരാളാണ്. നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞ പോലെ സാധാരണ മന്ത്രിയായിരുന്നപ്പോഴും എല്ലാം ആക്സസ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ അത് മാത്രമല്ല, നമ്മൾ ഈ UDF സ്ഥാനാർത്ഥികളുടെ ജനപ്രീതിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ തന്നെയും സംഘടനാപരമായ സംവിധാനം അത് അടിത്തട്ട് മുതൽ മുകളിൽ വരെയുള്ളത് CPMനാണ്. അതെ, തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ മറ്റ് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു കനത്ത മത്സരം നടക്കുമ്പോൾ ഈ പാർട്ടി സംവിധാനങ്ങളുടെ പ്രവർത്തനം, ചിട്ടയായ പ്രവർത്തനം, അത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എം കെ രാഘവനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നത് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്ന് കോഴിക്കോട്ട് മത്സരിക്കുമ്പോൾ കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയോ ഒക്കെ പിന്തുണ ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എത്രത്തോളം എം കെ രാഘവന് ലഭിച്ചു എന്നതിൽ സംശയമുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം വിജയിച്ച് കയറുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ എളമരം കരീം തന്നെ രംഗത്തെത്തുമ്പോൾ CPMൻ്റെ കോഴിക്കോട്ടെ സംഘടനാ സംവിധാനം പ്രശ്നം കൂടെയാണ്. തീർച്ചയായും എളമരം കരീം എന്ന് മത്സരിക്കുന്ന സമയത്ത് എളമരം കരീം തോറ്റുപോകുക എന്നൊരു സാഹചര്യത്തെ പറ്റി ഏറ്റവും ഒടുവിൽ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ. അല്ല, അതുകൊണ്ടൊക്കെ തന്നെ കോഴിക്കോട്ടും നല്ല പോരാട്ടം തന്നെയാണ് ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.